അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്നീ വളരെ ദയനീയമായി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ 2 ദിവസമായിട്ട് പനി പിടിച്ച് കിടക്കുമായിരുന്നു. പനി, ജലദോഷം, തൊണ്ടവേദന ഇതൊക്കെ ഒന്ന് മാറി ഇപ്പോഴാണ് ഒരു 80% ഓക്കെ ആയിട്ടുണ്ട്. അതാണ് എന്നെ കാണുമ്പോൾ ആകെപ്പാടൊരു ദാരിദ്ര്യാവസ്ഥയെ കാണുന്നത്. ഇനി ഈ താടിയും മുടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ അതേപോലെ ടെക്നോവിറ്റ് ലാബ്സിൻ്റെ ചാനൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്താ വീഡിയോ എടുക്കുക വെച്ചാൽ ഇപ്പം നമ്മുടെ തൽക്കാലം ഓഫീസ് വീട്ടിൽ തന്നെയാണ്. ടെക്നോവിറ്റ് ലാബ്സിൻ്റെ ഫുൾ ഓൺ ഓഫീസ് വീട്ടിലാണ്. നമ്മൾ മെല്ലെ കണ്ട് സ്പേസ് എടുക്കുന്നുണ്ട്, ഓഫീസ് സ്പേസിലേക്ക് മാറണം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടെക്നോവിറ്റ് ലാബ്സ്. ഇന്ന് നമ്മുടെ പരിപാടി അന്നത്തെ പോലെ പവർ ടൂൾസ് വെച്ചിട്ടോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ലാപ്ടോപ്പിനെ റീസെറ്റ് ചെയ്യാൻ പോവുക. എന്തൊക്കെ വേണം ചോദിച്ചാൽ, ഇതൊരു ക്ലയൻറ്റ് വർക്കാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, ഓട്ടോഡെസ്കിൻ്റെ കുറേ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. കംപ്ലീറ്റ് വിൻഡോ റീസെറ്റ് ചെയ്യണം. വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യണം. കാരണം അവർ ഇൻസ്റ്റാൾ ചെയ്യണമായിട്ട് എന്തൊക്കെയാണ് പ്രശ്നം വന്ന് ഇപ്പോൾ അതിൽ വൈറസും മാൽവെയർസും എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വിൻഡോസ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇതല്ല, റീഇൻസ്റ്റാളിങ് അല്ല, റീസെറ്റിംഗ് ആണ്. കാരണം അവരുടെ ഒറിജിനൽ വിൻഡോസാണ്. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം പിന്നെ നമ്മളുടെ സോഫ്റ്റ്വെയർ, അവർ പറഞ്ഞിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. സോ ഇതാണ് വേണ്ടത്. റീസെറ്റ് വിൻഡോസ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ അടുത്ത ഓരോ വീഡിയോസ് പ്രൊജക്ട്സിൻ്റെ ഒക്കെ നോട്ടിംഗ് ആണ്. റീസെറ്റ് വിൻഡോസ്, അതിന് ഇൻസ്റ്റാൾ റെവിറ്റ്, നാവിസ്വർക്ക്, ഓട്ടോകാഡ്, 3ds Max, ട്വിൻമോഷൻ, ഇത്രയും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ എല്ലാവിധ ഫയൽസും എല്ലാം അവർ തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ശരിയായിട്ടില്ലെങ്കിൽ ചെയ്യണം. കാരണം ഇതൊക്കെ ഓട്ടോഡെസ്കിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അവർ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, അവരുടെ അക്കൗണ്ട് തന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ അതിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നേരെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ലാപ്പ്. ഇത് ഏതാണ്? അസ്യൂസ് ടഫ് സീരീസ് ആണ്. ഇന്റൽ കോർ i7 RTX ഗ്രാഫിക്സ്. അപ്പം നല്ല സിസ്റ്റമാണ്. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. USB-C ഫാസ്റ്റ് ചാർജിങ്, 100 വാട്ട്സ് ഉണ്ട്. മക് സ്വിച്ച് ഉണ്ട്. സോ ഈ ലാപ്പാണ് നമ്മൾ കംപ്ലീറ്റ് റീസെറ്റ് ചെയ്ത് നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ അത് നടക്കില്ല. കംപ്ലീറ്റ് വിൻഡോസ് റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എറർ വരുന്നു. 2 പ്രാവശ്യം ചെയ്ത് നോക്കി, എററാണ്. ഇൻസ്റ്റാൾ ചെയ്യാനേ പറ്റണില്ല. അവരെ റീസെറ്റ് ചെയ്യാൻ പറ്റണമെന്നല്ലേ. റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നേരെ എത്തിക്കാൻ പോകുന്നത്, ബൂട്ടിലാക്കിയാണ് അങ്ങോട്ട് ഇവിടെ പോകുന്നത്. സാധാരണ റീസെറ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് റീസെറ്റിൻ്റെ ഇതിക്കാൻ പോവാം. എന്താ പറയുക, അതിൻ്റെ സ്ക്രീനിലേക്കാണ് പോകുന്നത്, ഇതാക്കി പോകണില്ല. അപ്പം ഇനി അടുത്ത വഴി വിൻഡോസ് റീഇൻസ്റ്റാളേഷൻ, കംപ്ലീറ്റ് വിൻഡോസ് റീഇൻസ്റ്റാളേഷൻ. അതേപോലെ ഇത് അക്കൗണ്ട് ഇതുണ്ട് തോന്നുന്നു, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ലൈസൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യുക. ആ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആകെപ്പാടെ ചെയ്യേണ്ടത് ആ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് കംപ്ലീറ്റ് ഓക്കെ ആവണം. നമുക്ക് അതിലേക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ പെൻഡ്രൈവിൽ വിൻഡോസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, വിൻഡോസ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തതിൽ കാണാം. അത് സ്റ്റാർട്ട് ചെയ്യട്ടെ, അപ്പോൾ കാണാം. അപ്പോൾ ഈ സിസ്റ്റം നമുക്ക് വിചാരിച്ചേക്കാട്ടും പണി തരുന്നുണ്ട്. സാധാരണ ഡിസ്ക് പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡിസ്ക് എത്ര എണ്ണം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ഡിസ്ക് പാർട്ട് ലിസ്റ്റ് ഡിസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡിസ്ക് ഉണ്ടെന്ന് കാണാം. നമുക്ക് ഇതിൽ നോക്കുമ്പോൾ എനിക്ക് മെയിൻ SSD ഇതിൽ കാണാനില്ല. എൻ്റെ പെൻഡ്രൈവ് റീഡായി, കാരണം വിൻഡോസിലെ പെൻഡ്രൈവ് റീഡാവുന്നുണ്ട്. പക്ഷെ ആക്ച്വൽ ഡിസ്ക് നമുക്കിതിൽ കാണാനില്ല. നമുക്കൊന്ന് നോക്കാം, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഞാൻ ഇതെപ്പോഴും ഡിസ്ക് പാർട്ട് കയറി ക്ലീൻ ഡിസ്ക് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്തെങ്കിലും കഴിഞ്ഞതിൻ്റെ റെസിഡ്യൂസോ കഴിഞ്ഞ വൈറസോ മാൽവെയറോ എന്തെങ്കിലും ആ ഡിസ്കിൽ കിടക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലീനിങ് മെത്തേഡ് മാത്രം. അതെന്ത് ചെയ്യും, ഒരു കംപ്ലീറ്റ് ഡിസ്ക് ക്ലീൻ ചെയ്യും. കംപ്ലീറ്റ് ഡിസ്ക് ക്ലീൻ ചെയ്തിട്ട് അതിനെ ഇതാക്കും, എന്താ പറയുക, നെയിമിങ് പോലും ഇല്ലാത്തൊരു ഡിസ്കാക്കി മാറ്റും. ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ നോർമൽ SSD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെറ്റപ്പ് ചെയ്യണം. SSD വെച്ചാലും എന്താ വെച്ചാലും ഒന്ന് സെറ്റപ്പ് ചെയ്യണം, കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്തിടണം. അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഡിസ്ക് ഇതിൽ കാണാനില്ല. നോക്കാം. സോ അത് ശരിയായി, റെഡി ആവുമെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുകയാണ്. Windows 11 മാത്രം, കീപ് നത്തിങ് പറഞ്ഞാൽ ഒന്നുമില്ല, കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യാൻ നോക്കാം, വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം നമുക്ക് എന്താ ഉണ്ടാവാൻ പോകുന്നത് നോക്കാം. US കീബോർഡ് അപ്പം തിരിച്ച് പഴയ പോലെ എത്തി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്താണ് പ്രോബ്ലം? അപ്പോൾ യെസ്, ഇപ്പോഴും സെയിം ഇഷ്യൂ. നമ്മുടെ മെയിൻ എന്താ പറയുക SSD ഇപ്പോഴും റീഡ് ആവണില്ല. ഇതെന്താ പ്രോബ്ലം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചോദിച്ചാൽ ഇതാ പഴയ പോലെ തന്നെ വിൻഡോസ് 11 നമ്മൾ നിൽക്കണ്. നമ്മൾ എത്ര ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ സേഫ് OS അത് പറഞ്ഞാൽ സേഫ് OS ഇഷ്യൂ പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ റീഇൻസ്റ്റാൾ ചെയ്യാൻ പോണ OSഉം ഇപ്പോൾ ഉള്ള ഡ്രൈവേഴ്സുമായിട്ട് കമ്പാറ്റബിൾ അല്ലാത്തതോ അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ് കാരണം നമുക്ക് ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിലും റെഡിറ്റിലൊക്കെ പോയപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കണ്ടത് പഴയ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വിൻഡോസ് 10 മാറിയിട്ട് വിൻഡോസ് 11 പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനിതാ നമ്മൾ വിൻഡോസ് 10 ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പെൻഡ്രൈവിക്ക്. അപ്പോൾ അതൊരു ബൂട്ടബിളാക്കി നമുക്ക് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം എന്താ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. ശരിയായാൽ ഓക്കെ, അല്ലെങ്കിൽ വേറെ വഴി കണ്ടുപിടിക്കണം. ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ SSD റിമൂവ് ചെയ്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കണം. അതൊരു വഴിയാണ്. പക്ഷെ അതൊക്കെ വൻ പ്രശ്നങ്ങളാണ്, കാരണം അതിനൊക്കെ ടൈം എടുക്കാവുന്ന സെറ്റ് ചെയ്ത് വരാൻ. നോക്കാം. അപ്പോൾ വൈകുന്നേരം 5 മണി, 12:30 തുടങ്ങിയതാണ്. 5 മണി ആയപ്പോഴാണ് ഒന്ന് ഫിനിഷ് ആയത്. ഇപ്പോൾ ഓക്കെ പറഞ്ഞാൽ ഇപ്പോഴൊന്നും ആയിട്ടില്ല, ജസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ്റെ ലെവലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വിൻഡോസ് ഈസി എററുള്ളൊക്കെ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്യാൻ കുറച്ച് പണി എടുക്കേണ്ടി വന്നു. ഇൻറ്റൽ ഒപ്റ്റെയിൻ എന്നുള്ളൊരു വെബ്സൈറ്റിൽ പോയി ഇൻറ്റലിൻ്റെ ഒപ്റ്റെയിൻ പറഞ്ഞതാണ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒപ്റ്റെയിൻ്റെ അവിടെ അതിൻ്റെ ഒപ്റ്റെയിൻ മെമ്മറി ആൻഡ് SSD എക്സ്റ്റൻഷൻ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്ത് എന്താ പറയുക SSDയുടെ കറക്റ്റ് ഡ്രൈവർ ഇൻസ്റ്റാളായി. ഇപ്പോൾ നമുക്കിനി വിൻഡോസ് 11 റീഇൻസ്റ്റാൾ ചെയ്യാം.
ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയാവും. ഇനി ഇത്രയും നേരം എല്ലാ വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ കാര്യം ബോറാവും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും സിംഗിൾ ഷോട്ട് എടുക്കാൻ വിചാരിച്ചാണ്. ഒക്കെപ്പാടെ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ, ആപ്പ് ഇൻസ്റ്റാളേഷൻ എല്ലാം കൂടെ ഒക്കെപ്പാടൊരു അരമണിക്കൂറിനടുത്ത്. വിൻഡോസ് ഇൻസ്റ്റാളേഷൻ വെറും 30 minutes അത് എടുക്കാറ്. ഇന്നിപ്പോൾ അത് 5.5 hours എടുത്തുള്ളൂ. അപ്പോൾ ഇനി കംപ്ലീറ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. അപ്പോൾ രാവിലെ തൊട്ടിരുന്ന് ഇപ്പോഴാണ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞത്. വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ചെയ്തു. നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആർക്ക് ബ്രൗസർ. അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കും. ആർക്ക് ബ്രൗസർ എന്താ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ക്രോമിനെക്കാട്ടും എഫക്റ്റീവാണ്, അടിപൊളിയാണ് ആർക്ക്. അപ്പോൾ ആർക്ക് ബ്രൗസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. എല്ലാവിധ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തു. എൻ്റെ ആദ്യം നമുക്ക് വന്ന പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്തു. ആദ്യം വന്ന പ്രോബ്ലം എന്തായാലും കറക്റ്റ് SSDയുടെ കറക്റ്റ് ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിരുന്നില്ല. അത് കാരണം ഔട്ട്സൈഡ് വിൻഡോസിൻ്റെ ഔട്ട്സൈഡിൽ നമ്മൾ വേറൊരു OS വലുത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഡ്രൈവർ അവൈലബിൾ ആയിരുന്നില്ല. വിൻഡോസിനുള്ളിൽ റീഡ് ആവുന്നുണ്ടായിരുന്നു. വിൻഡോസിൻ്റെ പുറമെ കറക്റ്റ് ഡ്രൈവർ അല്ലാത്തതുകൊണ്ട് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ശരിയാക്കി. ഇപ്പോൾ കംപ്ലീറ്റ് കുട്ടപ്പനായി അടിപൊളിയായിട്ടുണ്ട് സിസ്റ്റം. നല്ല ഫാസ്റ്റ് സിസ്റ്റമാണ്. ഞാൻ സിസ്റ്റം സ്പെക്സ് ടോപ്പ് ക്ലാസ് സ്പെക്സ് ഉള്ള ഒരു അടിപൊളി സിസ്റ്റമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. i7 12700H പറഞ്ഞ 14 കോർ 20 ത്രെഡാണ്. അടിപൊളി സിസ്റ്റം. 16 GB റാം, NVIDIA RTX 4060 അത് പറഞ്ഞാൽ 8 GB VRAM വെച്ചിട്ട് 8 GB GPU മെമ്മറി വെച്ചിട്ടുള്ള അടിപൊളി സിസ്റ്റമായിരുന്നു. ഇപ്പം എന്താ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇരുന്നിട്ട് ബാക്കി റെവിറ്റ്, നാവിസ് വർക്ക്, ഓട്ടോകാഡ്, 3ds Max, Twinmotion അതൊക്കെ നാളെ ഇൻസ്റ്റാൾ ചെയ്യും. ദാറ്റ്സ് ഓൾ ഫോർ പാർട്ട് 1. നമ്മുടെ ഈ ഒരു എന്താ പറയുക ലാപ്ടോപ്പ് സെറ്റപ്പിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് പാർട്ട് 2 ചെയ്യാം. അതുവരെ ബൈ ബൈ.